അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു സംശയം ചോദിക്കുന്നു. അതായത് ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്നൊരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിസ്കരിക്കാൻ വളരെ പരിമിതമായ സ്ഥലമേ ഉള്ളൂ. അവിടെ നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. പക്ഷേ വ്യാഴാഴ്ചകൾ വൈകിട്ട് റൂമിലുള്ള ആരുടെയെങ്കിലും സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ റൂമിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനും ഉള്ള സ്ഥലം കിട്ടത്തില്ല. അതായത് താഴെ നിസ്കരിക്കാനുള്ള സ്ഥലം കിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം കിടക്കുന്നത് നമ്മുടെ ഈ ഡബിൾ ബെഡ് ഉണ്ടല്ലോ, അതിൻ്റെ താഴത്തെ തട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് സുബഹി നിസ്കരിക്കാനൊരു മാർഗ്ഗമില്ല, ആരും വിളിച്ചുണർത്താനും പറ്റില്ല, അപ്പോൾ പിന്നെ നിസ്കരിക്കാതിരിക്കാനും കഴിയില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, കഴിവുള്ളവൻ നിന്ന് തന്നെ നിസ്കരിക്കണമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് നിസ്കരിക്കാൻ ആകെ ഉള്ള സ്ഥലം അദ്ദേഹത്തിൻ്റെ ബെഡാണ്. അപ്പോൾ ആ ബെഡിൽ നിന്ന് നിസ്കരിക്കാൻ എന്തായാലും കഴിയില്ല, അപ്പോൾ നിസ്കരിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാമോ? അതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടോ? അതുകൊണ്ട് പിന്നെ നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ വിധത്തിൽ സഹീഹാകാതെ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ചോദിച്ചു. കാരണം നിസ്കാരം ആക്കാനും പറ്റില്ല, താഴെ ഇവരെ ഉണർത്തിയിട്ട് നിസ്കരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിന് ഉസ്താദ് വ്യക്തമായൊരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നജീം അന്നാർ എന്ന എൻ്റെ സഹോദരൻ്റെ മറ്റൊരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗൾഫിൽ ഒരിക്കലും നിന്ന് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഒരു റൂമിലാണ് ഒരാളുള്ളത്. സുബഹിയാണ്, നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ യാതൊരു മാർഗങ്ങളും ഇല്ല. എന്നാൽ എന്ത് വേണം? ബഹുമാനപ്പെട്ട അല്ലാമ സുലൈമാൻ ഇബ്നുൽ ജമൽ തന്റെ ഹാഷിയത്തു ഷറഹിൽ മൻഹജ് വാള്യം 1 341 പേജിൽ വലൗ ഹബിസ ഫീ മൗളിഇൻ ലാ യുംകിനുൽ ഖിയാമു ഫീഹി ഫസല്ല ഖാഇദൻ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരാളെ അടക്കപ്പെട്ടു, ഹബ്സിടപ്പെട്ടാൽ അയാൾക്ക് നിന്ന് നിസ്കരിക്കാം എന്ന കൗല്, അതാണ് അഖ്റബ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹബ്സ് എന്ന് പറഞ്ഞാൽ നേരെ ജയിലടക്കുക. ഇത് അതുപോലെ തന്നെയാണ്. ഒരു നിലക്കും സാധ്യമല്ലാത്ത, ഇനി പുറത്തിറങ്ങി പോകാനോ ആ റൂമിൽ വെച്ച് നിസ്കരിക്കാനോ, നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് അതാ ആയിട്ട് നിർവഹിക്കാൻ ഒരു വകുപ്പുമില്ല. ഇരുന്ന് നിസ്കരിക്കാൻ മാത്രമേ ഒരാൾക്ക് സാധ്യമാകൂ എങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം എന്ന് ബഹുമാനപ്പെട്ട ജമലിന്റെ 341 പേജിൽ നിന്നും മനസ്സിലാക്കാം. അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഹാഷിയത്തു ഷറൽ മന്നജ് വാള്യം 1 329 പേജിന്റെ 11 വരിയിൽ വലൗ ഖദർ അലൽ ഖിയാമി അലാ റുക്ബതൈഹി, ഒരാൾക്ക് മുട്ടുംകാലിന്റെ മേലെ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ അവൻ നിൽക്കൽ നിർബന്ധമാണ്. ലിഅന്നഹു മൈസൂറുഹു, അതനവന് കഴിയുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണ ഒരാൾക്ക് നിൽക്കും പോലെ നിൽക്കാൻ കഴിയില്ല, പിന്നെ മുട്ടുംകാലുമ നിൽക്കാൻ നിർത്തണ്ടല്ലോ, അങ്ങനെ നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിർബന്ധമാണ് എന്നാണ്. അപ്പൊ അങ്ങനെയെങ്കിലും സാധിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് വരും. ഏതായാലും നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക തന്നെ വേണം. അതിന് ഒരുവിധവും സാധ്യമല്ലാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാം. പക്ഷേ മുട്ടുംകാലിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും നിർബന്ധമാണ്. ചാരി നിൽക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ നിൽക്കൽ നിർബന്ധമാണ്. സഹായിയുടെ സഹായത്തോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കൽ നിർബന്ധമാണ് എന്നെല്ലാം ഫുഖഹ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ മുന്നിൽ സ്റ്റൂള് വെക്കാൻ പറ്റുമോ? നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ മാത്രമേ ഫറളിൽ ഇരുന്ന് നിസ്കരിക്കാവൂ. ഒരാൾക്ക് കസേരയിൽ ഇരുന്നു മാത്രമേ നിസ്കരിക്കാൻ സാധിക്കൂ എങ്കിൽ അവന് കസേരയിൽ ഇരുന്ന് തന്നെ നിസ്കരിക്കാം, അനുവദനീയമാണ്. പക്ഷെ അവന്റെ സുജൂദും റുക്കുവും ഒക്കെ ഈമാ കൊണ്ടാണ്. ഇരിക്കുന്നവന്റെ മുന്നിൽ ടേബിളോ മറ്റോ ഇട്ടുകൊണ്ട് അതിൽ തല വെച്ച് സുജൂദ് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വെക്കേണ്ടതില്ല.